ഹായ്, ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ്. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഉപ്പും വിനേഗറും ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. പിന്നെ വേണ്ടത് 3 സവാള. 3 സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 തക്കാളി, അതും ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഞാനിവിടെ 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു 3 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 5 ഗ്രാമ്പൂ, 4 ഏലക്കായ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ ഇതൊരു നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ ഉപ്പ് പാകത്തിന്. ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്കതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഓൾ ഗരം മസാല ചേർത്ത് കൊടുക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്കായ. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ടി വരണം, അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് തുടങ്ങണം നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറിക്കിട്ടട്ടെ, അതുവരെ നമുക്കിതിനെ വഴറ്റാം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഇതിന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം. ഇത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. പിന്നെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാല നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. തീ നല്ലോണം കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, ഇല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും. മസാല നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം.
ഒരിക്കലും തീ കൂട്ടി കൊടുക്കരുത്, ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പം മസാല നല്ല മൂത്ത സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ, അതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്താൽ നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. നമുക്ക് പാത്രം ഒന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് നമുക്ക് ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിച്ചു വരട്ടെ, അതുവരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാല ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ വേവുന്നത് വരെ നമുക്കിതിനെ കുക്ക് ചെയ്യാം. അപ്പം ഞാനിത് വെച്ച് പോയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കിനി പാത്രം തുറന്നൊന്ന് ഇളക്കി നോക്കാം. നമുക്ക് ഇടയ്ക്ക് പാത്രം തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. എനിക്ക് ഇത്തിരിയും കൂടെ കറി വേണം. അപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നമുക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലിത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം കണ്ട ഇതിൻ്റെ എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.